മാർക്സ് ഉറപ്പിക്കാൻ പറ്റുന്ന ബിസിനസ്സിലെ ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് രണ്ട് ഫംഗ്ഷൻസ് ആണുള്ളത്, പ്രൈമറി ഫംഗ്ഷൻസും സെക്കൻഡറി ഫംഗ്ഷൻസും. പ്രൈമറി ഫംഗ്ഷൻസ് ആണ് ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്, സേവിംഗ് അക്കൗണ്ട്, ഫിക്സഡ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, റിക്കറിംഗ് അക്കൗണ്ട്. സേവിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സേവിങ്സിന് വേണ്ടിയിട്ട്, ഫിക്സഡ് അക്കൗണ്ട് ഒരു ഫിക്സഡ് ടൈം പീരീഡിലേക്ക്, കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് മാൻ ഒക്കെ ഡെയിലി ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ളത്, റിക്കറിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് മാസം ഡെപ്പോസിറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ. ഇനി ലെൻഡിങ് ഓഫ് എൻ മണി എന്ന് പറഞ്ഞാൽ ലെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ആളുകൾക്ക് വേണ്ടിയിട്ട് ലോൺസ്, അഡ്വാൻസസ് കൊടുത്തിട്ട് അതേപോലെ ക്യാഷ് ക്രെഡിറ്റ് ഒക്കെ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡറി ഫംഗ്ഷൻ ആണ് ചെക്ക് ഫെസിലിറ്റീസ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബെയറർ ചെക്സും ക്രോസ്ഡ് ചെക്സും ഉണ്ട്. ബെയറർ ചെക്സ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാം, പക്ഷേ ക്രോസ്ഡ് ചെക്സോ പേ ആരാണോ അയാൾക്ക് മാത്രമേ അത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി റെമിറ്റൻസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് അലൈഡ് സർവീസസ് അല്ലെ, നമ്മുടെ ബിൽ പേയ്മെന്റ്സ്, ലോക്കപ്പ് ഫെസിലിറ്റീസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് അലൈഡ് സർവീസസിലാണ്. സോ ഇതാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് നാളത്തെ ക്രിസ്മസ് എക്സാമിലെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ.